കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സോയ 65ൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലത്തെ ടേസ്റ്റുള്ളൊരു സോയ 65 ആണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഒരു സോയ കൊണ്ടുള്ളൊരു 65 ഇല്ലേ, നമ്മൾ ചിക്കൻ 65 പോലൊരു നല്ല ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ അതിനായിട്ട് 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 കപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിക്കാം. നല്ലവണ്ണം വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായി വെള്ളം തിളച്ചുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഇടാവേ. ഇതിട്ടിട്ട് ഒന്ന് തിളച്ച് വരണം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് സോയ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കണം. സോയ ഇട്ടിട്ട് നല്ലോണം തിളച്ച സമയം കണ്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം വെട്ടി തിളച്ച് കഴിയുമ്പം തീ ഓഫ് ചെയ്യണേ. സോയ ഇട്ട ശേഷം വേണം ഇങ്ങനെ ഒന്ന് വെട്ടി തിളയ്ക്കാൻ. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവേ. ഞാൻ ചൂടുവെള്ളത്തിനകത്തുനിന്ന് എല്ലാം കോരി എടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഞെരടി കഴിയുക. ഒരു 2-3 പ്രാവശ്യം കഴിയണം. അപ്പോഴാണ് സോയയുടെ നല്ല ഈ മണമെല്ലാം പോയി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം നമുക്കിങ്ങനെ എടുത്തിട്ട് നല്ല അമക്കി പിഴിഞ്ഞെടുത്തൊരു 3 പ്രാവശ്യം ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യം കഴിയ ശേഷം 3ാമത്തെ വെള്ളമാണ് ഇത് കണ്ടോ. അപ്പം നല്ലവണ്ണം നമുക്ക് 2 കൈ കൊണ്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം ഇത് കേട്ടോ. നല്ലവണ്ണം വെള്ളം പോകണം ഇതിൻ്റെ. പോയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടാം. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട ശേഷം ഒരു 2 പ്രാവശ്യം കൂടെ കഴുകുകയാണെങ്കിൽ ഈ സോയയുടെ മണവും ഇതെല്ലാം പോകും കേട്ടോ. അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് വരും ഇതിന്. നല്ലോണം ഞെക്കി പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്കൊന്ന് മാറ്റാവേ. ഇതിപ്പം നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു മസാല റെഡിയാക്കണേ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ആണ് ഇടുന്നത്. സാധാ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ആണെങ്കിൽ ഇത്രയും ഇടല്ലേ, എരിവ് കൂടും. ഞാനിപ്പം കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂണ് തൈര് കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം. 1 ടീസ്പൂണ് ചിക്കൻ മസാല. ഇതിലേക്ക് ചിക്കൻ മസാല 1 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചെടുത്ത് വെക്കുന്ന ഗരം മസാല 1/2 ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ ഈ പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിന് കേട്ടോ. നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സാദാ ജീരകമില്ല, അതിലൊരു പിഞ്ച് ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇടാവേ. ഒരു പിഞ്ചിട്ടാൽ മതി. ജീരകപ്പൊടി ഇട്ട ശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടാവേ. ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇടേണ്ടത്. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടാം ഇതിൻ്റെ കൂടെ. നമുക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. അപ്പം മുളക് പൊടി ഇപ്പം ഞാൻ 1.5 ഇട്ടിട്ടോ. 1.5 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് സ്വല്പം നാരങ്ങ നീര്, 1.5 ടീസ്പൂൺ നാരങ്ങ നീര്, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇടാവേ. 3 ടേബിൾ സ്പൂണ് നമുക്ക് നല്ല ഇതായിട്ട് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ കോൺഫ്ലവർ കൂടെ ഇടണേ. 3 ടേബിൾ സ്പൂണ്. 2 കപ്പ് സോയയ്ക്കുള്ള ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടെ ഇടാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ. ഇപ്പോൾ നമ്മൾ പൊടി ഐറ്റങ്ങളെല്ലാം ഇട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂണ് ഓയിലൂടെ ഒഴിക്കാവേ. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിനൊരളവില്ല. നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് എത്രയാണ് ഉപ്പ്, നമ്മൾ മസാല ശരിയായി നോക്കിയിട്ട് നമ്മൾ ഉപ്പിൻ്റെ അളവൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഉപ്പിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഈ മസാല റെഡിയാക്കാനായിട്ട്. നല്ലൊരു മസാലയാണ്. നമ്മൾ ജീരകപ്പൊടിയൊക്കെ ഇട്ട് നല്ലൊരു ടേസ്റ്റ്. ജീരകപ്പൊടി കൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാലയൊന്ന് ശരിക്കും റെഡിയാക്കി എടുക്കാം. കണ്ടോ. അപ്പം നമ്മുടെ മസാല നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സമയം ഉപ്പ് നോക്കണേ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്, സ്വല്പം ഉപ്പ് കൂടി ഇടുവാണ്. വെള്ളം അത്രയും മതി, വെള്ളം കൂടി പോകല്ലേ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി. ഈ സമയം നമ്മൾ നോക്കണം, ഉപ്പ് പുളിയെ എല്ലാം നോക്കണം കേട്ടോ. നമ്മൾ നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട്, തൈരും ചേർത്തിട്ടുണ്ട്. കറക്റ്റ് അളവാണ് ഇത് കേട്ടോ. ഇല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങാനീരോ തൈരും കൂടെ ചേർക്കണം.
പുളിയോ ഉപ്പ് എല്ലാം കറക്റ്റ് അളവായിരിക്കണം. അപ്പോൾ നമുക്ക് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഈ മസാല സോയയിലേക്ക് പുരട്ടി തിരുമ്മി വെക്കാം കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടിയും കോൺഫ്ലവറും എല്ലാം ഇതേ പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് ഒന്ന് എടുക്കാം. ഉണ്ടോ, കറക്റ്റ് അളവാണ് ഈ മസാലയെ. നമുക്കിന്ന് ഈ സമയം 2 തണ്ട് കരിയാപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് നമുക്കൊന്ന് പുരട്ടി വെക്കാം. അപ്പം നമ്മൾ മസാല എല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മണിക്കൂർ നേരമാണ് ഇത് മസാല പിടിക്കുക. നമ്മൾ ചിക്കനൊക്കെ ആണെങ്കിലും ഇതുപോലെ 1 മണിക്കൂർ നേരം വെക്കുമ്പോഴാണ് നമ്മുടെ മസാല ഇതിലേക്ക് എല്ലാം പിടിച്ചിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നീ മൂടി വെക്കാവേ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നോരോന്ന് ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നേ തൊടാതെ ഓരോന്നോരോന്നായിട്ട് ഇടണം. ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിടല്ലേ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം കൂടെ വിടിയിപ്പിച്ച് ഓരോന്നിടണം. എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പം ഇത് 2-3 പ്രാവശ്യമായിട്ട് വേണം. വലിയ പാനാണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യമായിട്ട് എടുക്കാവേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് കണ്ടോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കോരി എടുക്കാവേ. ഇച്ചിരി കരിയാപ്പലയും കൂടി ഇട്ടിട്ട് ഇത് കോരി എന്നിട്ട് അടുത്തതൂടെ ഇടാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതേണ്ട കുറേ വറുത്ത് കോരി കേട്ടോ. ഇച്ചിരിയും കൂടെ ഉള്ളു, ലാസ്റ്റത്തെയാണ് ഇട്ടേക്കുന്നത്. ഇതുകൂടെ വറുത്ത് കോരിയിട്ട് നമുക്ക് കാണിക്കാവേ. നമുക്ക് ഇതുകൂടെ ഒന്ന് കോരിയെടുക്കാവേ. ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇത് മൊത്തം ഒന്ന് കോരിയെടുക്കാം. തീ കുറച്ച് വെക്കട്ടെ. അതുപോലെ ഒരു 5-6 പച്ചമുളക് ഇങ്ങനെ ഒന്ന് കീറിയിട്ട്, മൊത്തത്തിൽ കീറിയിട്ടില്ല, ഇവിടെ മണ്ടവശം മാത്രം ഒന്ന് പൊളന്നിട്ട് നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാവേ. അതിൻ്റെ കൂടെ സ്വല്പം കരിയാപ്പലയും കൂടി ഇടാം. നമുക്ക് ഇത്രയും മതി. ഇപ്പം തന്നെ ഇതായിട്ടുണ്ട് കണ്ടോ, ഇതായിട്ടുണ്ട്. ഇത്രയും മതി. ഇതെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നീ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ ഒരു 2.5 ടേബിൾ സ്പൂണ് എണ്ണ ഇതിലേക്ക് ഒഴിക്കാവേ. ഇതിൽ നമ്മൾ സോയ 65 ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് 2.5 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇടാവേ. വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ടും നീളത്തിലരിഞ്ഞിട്ട് നമുക്കൊന്ന് ശരിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുവാണ്. തീ കുറച്ച് വെക്കുക. 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒന്ന് എണ്ണയ്ക്കകത്ത് മൂപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പില്ലേ, ഇതുപോലത്തെ ഇത് 1 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒഴിക്കുക. 1 ടേബിൾ സ്പൂണാണ് ഒഴിക്കേണ്ടത്. 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു. ഇത് സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ ഒഴിക്കാവേ. ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ. 1/4 കപ്പ് വെള്ളം. ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 നുള്ള് ഉപ്പൂടെ ഇതിനകത്തൂടെ ഇടാവേ. നമ്മൾ സോയയിൽ ഉപ്പ് പുരട്ടിയതാണ്. അപ്പോൾ നമുക്ക് എന്നാലും ശകല 1 നുള്ള് ഉപ്പ്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോയ ഇതിലേക്ക് ഇടാം. വെള്ളം നല്ലോണം തിളച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കൂട്ടുകാരെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, നല്ല കഴിക്കാൻ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു കറിയാണിത് കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്യാവേ. നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളകും കരിയാപ്പലയും കൂടി ഇതിലേക്ക് ഇടാവേ. ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടില്ലേ, അതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ നിർത്താവേ. കണ്ടോ, നമ്മുടെ ചിക്കൻ 65 ഒക്കെ നമ്മൾ ഹോട്ടലിലും വീട്ടിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കും. ഹോട്ടലിൽ പോയി മേടിച്ച് കഴിക്കും. അതേ രീതിയിൽ ടേസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ.
അപ്പം നമുക്ക് ഉപ്പിൻ്റെ ഒക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇടാം കേട്ടോ ഈ സമയം നമുക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേ കൂട്ടുകാരെ, നല്ല ടേസ്റ്റായിട്ട് ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്. നമുക്ക് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.